യുദ്ധഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് പ്രവാസികളെ തേടി ഒരു അന്ത്യശാസനം എത്തിയിരിക്കുകയാണ്. വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടും വ്യോമപാതകൾ അടയ്ക്കപ്പെട്ടും സ്വന്തം നാട്ടിൽ കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് UAE ഭരണകൂടം നൽകിയ ആശ്വാസത്തിന്റെ വാതിലുകൾ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അടയുകയാണ്. നിയമത്തിന്റെ നൂലാമാലകളില്ലാതെ കാലാവധി കഴിഞ്ഞ വിസയിൽ തന്നെ തിരികെ വരാൻ അനുവദിച്ചിരുന്ന ആ സുവർണാവസരം അവസാനിക്കുമ്പോൾ നാളെ പുലരുന്നത് പലർക്കും പ്രവാസ ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിലേക്കാവാം. ഈ നിമിഷം വരെ പ്രവേശനം സാധ്യമായിരുന്നവർക്ക് നാളെ മുതൽ വിമാനത്താവളങ്ങൾ വിലക്കേർപ്പെടുത്തുമോ? പ്രവാസ ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന ആ നിർണായക മാറ്റത്തെക്കുറിച്ച് അറിയാം. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പല പ്രവാസികളും അവരുടെ സ്വന്തം നാട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്. UAEയിൽ താമസ വിസയുള്ള എന്നാൽ അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ പ്രവാസികൾക്കായി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി പ്രത്യേക ഇളവ് നൽകിയിരുന്നു. ഇന്നത് അവസാനിക്കുകയാണ്. ഇറാൻ US-നെ ലക്ഷ്യം വെച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളും സംഘർഷങ്ങളും പ്രവാസികളുടെ യാത്രയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. സംഘർഷം കണക്കിലെടുത്ത് വ്യോമപാതകൾ അടച്ചത് കാരണം നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടിരുന്നു. ഇതുമൂലം അവധിക്ക് നാട്ടിൽ പോയ പല പ്രവാസികൾക്കും കൃത്യസമയത്ത് UAEയിലേക്ക് മടങ്ങി വരാൻ സാധിച്ചില്ല. ഈ യാത്ര മുടങ്ങിയ ദിവസങ്ങൾക്കിടയിൽ പലരുടെയും റെസിഡൻസി വിസയുടെ കാലാവധി അവസാനിക്കുകയും ചെയ്തു. സാധാരണ നിയമം അനുസരിച്ച് വിസ കാലാവധി കഴിഞ്ഞാൽ പുതിയ എൻട്രി പെർമിറ്റ് ഇല്ലാതെ പ്രവേശനം സാധ്യമല്ല. എന്നാൽ ജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്ത് UAE ഭരണകൂടം അവർക്ക് പ്രത്യേക ഇളവ് അനുവദിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പെട്ടുപോയവർക്ക് കാലാവധി കഴിഞ്ഞ വിസയിൽ തന്നെ മടങ്ങി വരാൻ അനുവാദം നൽകി. ആ ഒരു മാസത്തെ ഗ്രേസ് പീരീഡ് ആയിരുന്നു ഇതിനായി അനുവദിച്ചിരുന്നത്. പ്രധാനമായും ഫെബ്രുവരി 28 മുതൽ യാത്രാ തടസ്സങ്ങൾ രൂക്ഷമായ സമയത്ത് വിസ എക്സ്പയർ ആയവർക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചിരുന്നത്. അതുപോലെ വിസ കാലാവധി തീരുമ്പോൾ ആള് UAEക്ക് പുറത്തായിരിക്കണമെന്നും നടപടിയിൽ പറഞ്ഞിരുന്നു. അതുപോലെ പ്രത്യേകമായി പരിഗണിച്ചത് വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലമോ എയർപോർട്ടുകൾ അടച്ചത് മൂലമോ മടങ്ങാൻ കഴിയാത്തവർക്കായിരുന്നു ഈ ഇളവ് ലഭിച്ചിരുന്നത്. ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പുതിയ എൻട്രി പെർമിറ്റ് അപേക്ഷിക്കാതെ തന്നെ നിലവിലുള്ള പഴയ വിസ രേഖകൾ ഉപയോഗിച്ച് UAEയിലേക്ക് മടങ്ങാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇളവ് ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ പഴയ വിസയിൽ നാളെ മുതൽ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നതല്ല. ഏപ്രിൽ 1 ശേഷം വിസ കാലാവധി കഴിഞ്ഞവർക്ക് പുതിയ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കേണ്ടി വരും. 6 മാസത്തിലധികം പുറത്തു നിന്നവരാണെങ്കിൽ അതിനുള്ള പ്രത്യേക അനുമതി വാങ്ങേണ്ടി വരും. അതുപോലെ ഓവർസ്റ്റേ പിഴകളും നൽകേണ്ടി വരും. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം വിമാന ടിക്കറ്റുകൾ റദ്ദാക്കപ്പെട്ടപ്പോൾ പ്രവാസികൾ നേരിട്ടത് വെറും യാത്രാ തടസ്സം മാത്രമല്ല, മറിച്ച് അവരുടെ ഉപജീവനത്തിനുള്ള അനുമതി പത്രത്തിന്റെ റദ്ദാക്കൽ കൂടിയായിരുന്നു. സാധാരണഗതിയിൽ വിസ കാലാവധി കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് അസാധ്യമാണ്. എന്നാൽ മാനുഷിക പരിഗണന വെച്ച് അധികൃതർ നൽകിയ ഈ ഇളവ് പ്രതിസന്ധിയിലായ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഈ ആനുകൂല്യം അവസാനിക്കുന്നതോടെ ഇനിയും മടങ്ങിയെത്താൻ കഴിയാത്തവർക്ക് ഇനി നിയമപരമായ കടമ്പകൾ ഏറെയാണ്. പുതിയ എൻട്രി പെർമിറ്റുകൾക്കായി അപേക്ഷിക്കുന്നതിനും അധികൃതരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങുന്നതിനുമുള്ള നെട്ടോട്ടത്തിലാകും വരും ദിവസങ്ങളിൽ പ്രവാസികൾ. ഇന്ന് കാലാവധി തീരുന്ന ഇളവ് പ്രവാസികളുടെ പോക്കറ്റിനെ കൂടി ബാധിക്കുന്ന ഒന്നാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മടങ്ങാൻ കഴിയാത്തവർക്ക് നാളെ മുതൽ ഓവർസ്റ്റേ പിഴകൾ ഈടാക്കി തുടങ്ങുമെന്നത് വലിയൊരു സാമ്പത്തിക പ്രഹരമാകും. 6 മാസത്തിലധികം രാജ്യത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നവർക്ക് റെസിഡൻസി പുനഃസ്ഥാപിക്കാൻ പ്രത്യേക ഫീസും അനുമതിയും ആവശ്യമായി വരും. യുദ്ധം വരുത്തിവെച്ച നഷ്ടങ്ങൾക്ക് പുറമെ വിസ നടപടികൾക്കായി വലിയൊരു തുക കൂടി കണ്ടെത്തേണ്ടി വരുന്നത് പ്രവാസികളുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്നതാണ്. നിയമം കർശനമാക്കുന്നതോടെ കൃത്യമായ രേഖകളില്ലാതെ എത്തുന്നവരെ വിമാനത്താവളങ്ങളിൽ നിന്ന് തിരിച്ചയക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്.